ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ കുറേ വീഡിയോസ്, പോസ്റ്റുകൾ, പിന്നെ ഞാനിടുന്ന കുറേ ഫോട്ടോസ് ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്താണ് ശരിക്കും, ഞാൻ ആരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇത് പ്രധാനമായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. അതായത് നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. ഇന്നെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും. ഒരുപാട് ആൾക്കാർ പാതിരാത്രിയെന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, രാവിലെ എന്നില്ല, വീഡിയോ കോൾസ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഒരു സ്ത്രീ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതുപോലത്തെ പ്രശ്നമാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ഫോട്ടോ ഇടുക, പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ വീഡിയോ ഇടുക, ഡാൻസിൻ്റെ വീഡിയോ ഇടുക, അതൊക്കെ ഇടുന്ന സമയത്ത് ഒരാൾക്കാർ വിചാരിക്കും നമ്മളൊരു റോങ് പേഴ്സൺ ആണെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അങ്ങനത്തെ വ്യക്തികളല്ല, മനസ്സിലാക്കാം. ഞാൻ അങ്ങനത്തെ വ്യക്തിയല്ല. എൻ്റെ കാര്യത്തിൽ പറയണത്, ഞാൻ അങ്ങനത്തെ വ്യക്തിയല്ല. ഞാൻ ഒരുപാട് മെസ്സേജുകൾ, കോൾസ് ഇതെല്ലാം ഞാൻ കാണാറുണ്ട്. ഞാൻ അതിനൊന്നും റിപ്ലൈ തരാറില്ല, റിപ്ലൈ കൊടുക്കാറില്ല. കാരണം ഞാൻ എൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഈ അക്കൗണ്ടല്ല, ഞാൻ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്ത് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 10ാം ക്ലാസ് ടൈമിലാണ്. അന്ന് തൊട്ട് ഇന്ന് എനിക്ക് വർഷവും ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് ഒന്നും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴിവുകൾ, നമ്മുടെ ഒരു ടാലൻസ്, നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് മറ്റൊരാളെ അറിയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയകളൊക്കെ കാണുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു വിചാരത്തിലാണ് ഈ പറയുന്ന വീഡിയോസൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതൊന്നും ഒരു റോങ് ആയിട്ടുള്ളൊരു ഇതല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു സാധാരണ പെൺകുട്ടിയാണ്. ഒരുപാട് കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചാണ് ഞാൻ ഇന്ന് വരെ ഇപ്പോൾ ഇവിടെ വന്നൊരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ അത്രയ്ക്ക് എൻ്റെ കരിയർ, അത്രയ്ക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോയിട്ടുണ്ട്. കാരണം ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് പേഴ്സൺ ഇങ്ങനെ വന്ന് എനിക്ക് നല്ല ചതികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവരിൽ നിന്നൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി അവരാരും ഇന്നെൻ്റെ സർക്കിളിൽ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ അതിന് പുറത്തൊരു വലിയൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കരഞ്ഞ് എങ്ങനെ എവിടെ തുടങ്ങും, എന്ത് തുടങ്ങും എന്നൊന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് രാത്രികൾ, ഒരുപാട് കരഞ്ഞു തീർത്ത രാത്രികളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ ഇവിടെ ഓരോ ജോലി ഞാൻ ചിക്കിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിക്കിങ്ങിൽ ക്യാഷുവലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഷോപ്പിൽ ഞാൻ സെയിൽസിന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഷോപ്പ്, എൻ്റെ ഒരു ടാലൻറ്റിൻ്റെ ഒരു ചെറിയ ഷോപ്പേ അവർ എനിക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. നോക്കാം, ഫുള്ള് രാവിലെ വന്ന് ഓപ്പൺ ചെയ്യുക, രാത്രി വരെ എനിക്ക് അവിടെ എനിക്ക് എന്തും ചെയ്യാം. എനിക്ക് എക്സാം എഴുതാൻ പോകാം, PSC അപ്ലൈ ചെയ്യുന്ന സമയത്ത്, പിന്നെ അല്ലാതെ ഞാൻ കുറേ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് അവിടെ പോയി ആ ഷോപ്പ് തുറന്ന് അവിടെ രാവിലെ കയറി ഞാൻ പോകുന്നവരെ എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കാരണം അപ്പോൾ അത്രയ്ക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, HDFCയിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഐഡിയ, എയർടെൽ, ഇങ്ങനെയൊക്കെ ടെലികോളിംഗ്, അതിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാത്തൊരു ഫീൽഡില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ചിക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബഹ്റൈനിൽ ഒരു ജോബ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. 6 വർഷം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ, ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഇരുന്ന ആളാണ് ഇന്ന് എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പങ്കാളി, ജീവിത പങ്കാളി. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെ മീറ്റ് ചെയ്ത ഉടനെ അടുത്ത സെക്കൻഡിൽ അവരുടെ കൂടെ ചാടിപ്പോണ ഒരു വ്യക്തിയായി. ഞാൻ അത്രയും ഇതായിട്ട് ആളെ ചൂസ് ചെയ്യേണ്ട മെയിൻ കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ വന്ന സമയത്ത് എനിക്കൊരു കോവിഡൊക്കെ വന്ന സമയമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. കോവിഡ് എന്ന് പറയുന്ന സമയത്ത് എന്തോ വലിയ സംഭവമാണ്. അതൊക്കെ ആദ്യമൊക്കെ അടക്കിറങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും നോക്കില്ല, ഫുഡ് ഒന്നും വെള്ളമൊന്നും തരില്ല. അപ്പോൾ നമ്മളെ കൂടെ കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ വേറെ റൂമിലാക്കി ഒറ്റയ്ക്കൊക്കെയാണ് ഞാൻ അവിടെ കിടന്നിരുന്നത്. ആ സമയത്തൊക്കെ ഒരു അമ്മയെ പോലെ എന്ത് ചെയ്യണമെന്ന് വിളിച്ച് ഓരോ മിനിറ്റും സെക്കൻഡിലും വിളിച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കുകയും എനിക്ക് ബെസ്റ്റായിട്ടുള്ള കുറേ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യും. അവിടെ എന്തൊക്കെ എനിക്ക് മെഡിസിൻസോ ഫുഡോ എല്ലാം എനിക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്ത ഒരു പേഴ്സൺ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ ലോകത്ത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എൻ്റെ ലോകത്ത് വരുമോ, എൻ്റെ ഒരു ലൈഫിൽ വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയും. അത്രയ്ക്ക് പാവമാണ്, അത്രയ്ക്ക് ഒരു നല്ലൊരു സ്വന്തം കരിയർ. ഞാൻ അന്ന് ആൾ ചൂസ് ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതായിട്ടാണ് കാണുന്നത്. ഒരു ദിവസം പോലും ഞാൻ ജോലിക്ക് പോകാറില്ല. ഇപ്പോൾ ഏത് ജോലിയാവട്ടെ, ഞാൻ ജോലിക്ക് പോകാണ്ടിരിക്കില്ല. ഞാൻ ഇപ്പോൾ ചിക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാലൊക്കെ വയ്യാണ്ടിരുന്ന സമയത്ത്, കാല് ഫുള്ള് പൊട്ടി പഴുത്തിരുന്ന സമയത്തും ആ ഷൂസ് വലിച്ച് കയറ്റി ഞാൻ അവിടെയൊക്കെ ടാറ് പണി ചെയ്തിരുന്ന സമയമാണ്. ഈ ചല്ലിയിലൊക്കെ ഇനി നടക്കുമ്പോഴൊക്കെ കുത്തിക്കൊള്ളും ഈ കല്ലൊക്കെ. അപ്പോഴും കരഞ്ഞ് കാലിലൊക്കെ കുത്തിക്കൊള്ളുമ്പോൾ ആ വേദനയും സഹിച്ചാണ് ഞാൻ ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബഹ്റിലെന്ന് പറഞ്ഞാൽ ക്യാഷിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്, ഇതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടൊരാൾ, പുള്ളി, ഞാനിതൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഇവിടെ വരെ എത്തിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെയാണ് എന്നെ നോക്കിയത്. എനിക്ക് എൻ്റെ ലോകത്ത് ആരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ എന്ന് പറയും. അതാണ്, എൻ്റെ ഫാദറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ എന്നെ കെയർ ചെയ്യണ പോലെ ഒരാൾ കെയർ കിട്ടിയ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് ആ കെയർ കിട്ടിയത്.
ഒരച്ഛൻ, ഒരമ്മ, പിന്നെ അതുപോലെ തന്നെ നല്ലത് മാത്രം പറഞ്ഞു തരുള്ളൂ. ഒരുപാട് തെറ്റുകളിലൊക്കെ നമ്മളെ ലൈഫിൽ ഇപ്പോൾ ചൂസ് ചെയ്യാൻ വേണ്ടി തെറ്റാണെങ്കിൽ അതിൽ പോയി ചെയ്യരുത്. നമ്മൾ കറക്റ്റ് പാത്തിലൂടെ വിടും. ഇതൊക്കെ ഒരാളെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും, ഇങ്ങനത്തെ ആൾക്കാരാണത്, അപ്പോൾ അതറിഞ്ഞ് നിൽക്കണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ എന്നെ നല്ല നേർവഴിയിൽ നടത്തിയ ഒരാളാണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഇനിയും ഇതിലും നല്ലൊരു വ്യക്തി എനിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരില്ല എന്ന് ഞാൻ പറയും. ഇന്ന് അങ്ങനെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. കുറേ പേര് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? എന്തെങ്കിലും അറിയാമോ? ഞാൻ സ്ട്രഗിൾ ചെയ്ത വഴികൾ അറിയാമോ? ഞാൻ നിങ്ങളൊരു താഴത്തെങ്കിലും അന്ന് 1 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നിന്ന നിവർത്തികേട് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് എൻ്റെ ലൈഫിൽ ഒരു സ്ഥാനമില്ല. എനിക്കറിയാം എനിക്ക് എന്താണ് ബെറ്റർ എന്നും എനിക്ക് ആര് വന്നാലാണ് ബെറ്റർ എന്നും എൻ്റെ ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതല്ല. അതോർത്ത് നിങ്ങൾ കുറ്റം പറയുക, നിങ്ങൾ ദുഃഖിക്കുക, എനിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ എന്നെ എടുത്തിട്ടിട്ട് നിങ്ങൾ വലിയ സംസാരവും ഒഴിവാക്കുക. ഞാൻ ആരെയും ദ്രോഹിക്കാൻ അങ്ങോട്ട് വരുന്നില്ല. മനസ്സിലായോ? ഈ ടോപ്പ് ഞാൻ അവിടെ നിർത്തുകയാണ്, അത് വിട്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ നിന്ന സമയത്ത് ഇങ്ങനെ 6 വർഷങ്ങളൊക്കെ ഇതുപോലെ നിന്നിട്ട് നമ്മൾ ഓക്കെയാണ്, നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് പോകാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പുള്ളി ഓക്കെ കല്യാണം കഴിച്ച് സെറ്റാവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓക്കെ. ഇങ്ങനെ നമ്മൾ മാരേജ് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജോബിന് കയറി ഇതാണ്. കാരണം എത്ര വയ്യെങ്കിലും ഞാൻ ജോലി ചെയ്യും. അതുപോലെയാണ് ആളും. അയാൾക്കൊരു സക്സസ് ഉണ്ടെങ്കിൽ, ഒരു സക്സസ്സിൽ എത്തിപ്പെടണമെങ്കിൽ, അയാൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിലെത്തിപ്പെടാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്യും. ഇന്നും ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനത്തുള്ള വ്യക്തിയാണ് ആവശ്യം. ഞാൻ എൻ്റെ വേവ് ലെങ്ത് ഞാൻ എന്താണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് പറ്റിയ കുറച്ചൊരു പേഴ്സണാണ്. അതിലും ബെറ്ററായിട്ട് ഒരാൾ വരില്ല. അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ കുത്തിത്തൊലിക്കാതെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ നോക്കുക. അതെനിക്ക് പറയാനുള്ളൂ. ഇതിലും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണുണ്ട്, അറിയണുണ്ട്. തിരിച്ച് ഞാൻ പറയാത്തത് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തതല്ല കൊണ്ടേയല്ല. എനിക്ക് നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയാം. പക്ഷേ കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് തിരിച്ച് കിട്ടും. എന്നെ ഒരുപാട് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ ദൈവം മുകളിലിരിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ആൾ തിരിച്ച് അപ്പളപ്പൽ തിരിച്ച് കൊടുത്തത് ഞാൻ തന്നെ എൻ്റെ കാതിലേക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവരടുത്ത് ഈ പറയുന്ന വ്യക്തികളുടെ അടുത്ത് തിരിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സമയം വരുന്നുണ്ട്. ചുട്ട ഒരു പണി തരാൻ വരുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരാളെ ദ്രോഹിക്കാത്തത് കൊണ്ടും ഒരാളെ ഉപദ്രവിക്കാത്തത് കൊണ്ടും ഒരാളെ ചതിക്കാത്തത് കൊണ്ടുമാണ് എനിക്കിന്ന് ഇങ്ങനൊരു ലൈഫ് കിട്ടിയത്. ഞാനൊരു ബേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു വേറെ ദുഷ്ട മനസ്സുള്ള ഒരു സ്ത്രീയാണെങ്കിൽ, ഞാനിങ്ങനെ ഒരാളെ ചതിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തരില്ല. 100% തരില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെടുത്തും 1 രൂപയ്ക്ക് വന്നിട്ടില്ല, ഒന്ന് ചോദിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ലൈഫ് എന്നെ എടുത്ത് അങ്ങോട്ട് വലിച്ചിട്ട് ഇനി ഇങ്ങനത്തുള്ള സംസാരങ്ങൾ ഞാൻ എൻ്റെ കാതിൽ കേൾക്കരുത്. അത്രേ എനിക്ക് പറയാനും. കാരണം കർമ്മ ഉണ്ടല്ലോ, കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും ഇതുപോലെ പാതിരാത്രിക്കും ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇങ്ങനത്തെ പെൺകൊച്ചാണ്, ഇപ്പോൾ എനിക്കൊരു നല്ലൊരു ലൈഫ് കിട്ടി. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ഇത് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു വേദിയാണിത്. ഈ പ്ലാറ്റ്ഫോമുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ്. അത് ബാഡായിട്ടൊരു കമൻറ്റ്, ബാഡായിട്ടൊരു വീഡിയോയോ ബാഡായിട്ടൊരു ഒന്നും ഞാൻ എൻ്റെ പോസ്റ്റിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാം. അങ്ങനെ ഉള്ള ഒരുപാട് അക്കൗണ്ടുകളും ഒക്കെ നിലവിലുണ്ട്. അവരുമായിട്ടൊക്കെ പോയി നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യും. ഇങ്ങനത്തെ പാവം അങ്ങനെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.